ഇന്ന് എനിക്ക് 10 മണിയായി. അതുകൊണ്ട് നമ്മുടെ ആപ്പിൾ ഇന്ന് ശനിയാഴ്ചയാണ്. ആപ്പിളും മുട്ടയാണ്. എന്താ കുക്കർ വിസിലടിക്കുന്ന കണ്ടോ? കഴിക്കുന്നില്ല, വിസിലടിക്കുന്നില്ല. അപ്പം നമ്മൾ പുറത്ത് പോകുന്നത് എവിടെയാണ് പോകുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം എവിടെയാണ് പോകുന്നതെന്ന് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ കുപ്പായൊക്കെ മാറ്റട്ടെ, ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. ബായ്. അപ്പോൾ നമ്മൾ റെഡിയായി. എവിടെയാണ് പോകുന്നതെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് പോയിട്ട് എന്തോ സർപ്രൈസ് എന്തോ കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഇടയ്ക്ക് ലെങ്ത് വീഡിയോ കുറേ കാലത്തിന് ശേഷം ഇടുന്നത്. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ പെട്ടെന്ന് തോന്നി. അതുകൊണ്ട് രാവിലെ ഫുൾ പാട്ട് വെച്ചിട്ടാണ് നമ്മൾ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചതാണ്. വീട്ടിൽ ഓൾറെഡി റെഡിയായി. അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താവും ലോങ് ലെങ്ത് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും എല്ലാവർക്കും ബോറടിക്കുന്ന കാര്യങ്ങളാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ എല്ലാവരും ഒരേ കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. അപ്പം ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല ഡെയിലി ലൈഫ് കാണാനൊക്കെ. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ കാണാം, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും പെട്ടെന്ന് മഴയൊക്കെ ഒതുങ്ങട്ടെ. ഞാൻ ആക്ച്വലി എന്നെ അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്, പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഞാൻ ഹണി. ഞാൻ ആക്ച്വലി ബാംഗ്ലൂരാണ്. ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡ് വിവേക്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഓക്കെ. വിവേട്ടാ വരുന്നില്ലേ? മുക്കിക്കൊണ്ടിരിക്കുന്ന ഫോണിൻ്റെ ഇത് നമ്മുടെ പച്ചക്കറി എല്ലാം ചേച്ചിയാണ് കേട്ടോ. കൊലയൊന്നും വേണ്ട, മഴ പെയ്തോട്ടെ. കൊല എടുത്തു കഴിഞ്ഞാൽ മഴ പെയ്യൂല കേട്ടോ. എന്നാ കൊണ്ടുവരാൻ പോന്നു? പച്ചക്കറിയല്ലേ? സഞ്ചി എടുത്തിട്ട് സാധനം മേടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ വരെ കയറി വന്നു. ഇത് വീട് നോക്കാൻ വന്നേ. ഓണാണോ? ഇതെന്തിനാണ് വന്നത്? സാംസങ്. ഇപ്പം മനസ്സിലായി. എന്നാൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുമോ? ഇങ്ങനെ ഒരു സ്ഥലത്തെല്ലാം വരുമോ? നിങ്ങൾക്ക് മനസ്സിലായി എന്നാ വാങ്ങാൻ പോയേനെ? ഫ്രണ്ട്സല്ലേ? എന്താ പറയാ നിങ്ങളെ? സാധനം മേടിക്കാൻ പോന്നാന്നും പറഞ്ഞിട്ട് ഫ്രണ്ട്സിൻ്റെ എന്താ സ്ഥലം? അന്ന് ഈ സ്ഥലം പറയാം സർവീസ് സെൻ്ററാ. ഇവിടെ വന്നിട്ട് ഫ്രണ്ട്സ് വാങ്ങുന്നല്ലേ? ഓക്കെ, അതൊന്നും റിവീൽ ചെയ്യാൻ പാടില്ല. അതെ ഓൾറെഡി ഞാൻ സ്വന്തമാണല്ലോ. അതുകൊണ്ട് വലിയ ആളാവുമ്പോൾ വലിയ ഫ്രിഡ്ജ് വേണം. ആനിവേഴ്സറി ഗിഫ്റ്റാണ്. എൻ്റെ അമ്മ, അതിന് കയറി കിടക്കാനാ? നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഡീറ്റെയിലായിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ? അല്ല
എന്തായിരുന്നു സംഭവം എന്ന് പറഞ്ഞു കൊടുക്കും. ഞാനിത് ആക്ച്വലി സർപ്രൈസ് ആയല്ല, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ വിചാരിച്ച് കടയിൽ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ എവിടെയോ പോവാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ച സർപ്രൈസാണ്. പക്ഷേ ഇത് പെട്ടെന്ന് വാങ്ങിയല്ലേ, സർപ്രൈസ് എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് വാങ്ങി. അപ്പോൾ സർപ്രൈസ് ആണ്. ഓക്കെ, ഇതിനുള്ള സംഭവങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും. ഒന്നുമില്ല, അവരെ എംപ്ലോയി ഡിസ്കൗണ്ട് ഉണ്ടാവും. അതായത് നമ്മൾ ഫ്രിഡ്ജ് വാങ്ങാനാണ് വന്നിട്ട് നമ്മൾ ഇതേ മോഡൽ അന്ന് അവിടെ പോയി നോക്കിയപ്പം 31 അല്ലേ ഉണ്ടായേ. അപ്പോൾ നമ്മൾ റിലയൻസിൽ പോയി നോക്കിയപ്പോൾ റിലയൻസിൽ പോയി നോക്കിയപ്പോൾ 31-ൻ്റെ ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ വന്നപ്പോൾ 24-ന് കിട്ടി. അതും ഡബിൾ ഡോറ് ഫ്രിഡ്ജ് അല്ലേ. അടുത്ത പരിപാടി ഫ്രിഡ്ജ് വാങ്ങാൻ പോകുമ്പോൾ അല്ലേ, എപ്പോഴാണ് വരുക? അത് ഇനി ഓൺലൈൻ വീട്ടിൽ വരും. ഡെലിവറി ആയോ, പർച്ചേസ് ചെയ്തു. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ജസ്റ്റ് ആക്ച്വലി നമ്മളിങ്ങനെ ഒരു ഫ്രിഡ്ജിനെ കുറിച്ച് ഇങ്ങനെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങുവാണെങ്കിൽ നല്ലതായിരുന്നു ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. അതാണ് വേണ്ട, വലിയ ബിസിനസ് കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അതിനൊരു നല്ലൊരു ഫ്രിഡ്ജ് നല്ലൊരു തുടക്കമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിനി ഫ്രിഡ്ജിന് 2-3 ദിവസം കൊണ്ട് ഡെലിവറി ആവും. അപ്പോൾ അന്നേരം ഫ്രിഡ്ജൊക്കെ വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാം. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും ചോദിക്കാൻ തോന്നും, എനിക്കറിയാം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ. അതപ്പോൾ കമൻ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മളതിന് റെസ്പോൺസ് തരുമായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.